വീഡിയോ ആണ് എടുത്തോണ്ട്. നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഇൻ്റർനാഷണൽ കപ്പൽ ചാനൽ എന്നൊക്കെ പറ. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് സീ പോർട്ട് ആണ് നിങ്ങളിപ്പോൾ 60 അടി താഴ്ചയുള്ള സ്ഥലത്ത് 8 ക്രെയിൻ വെച്ചാണ് കപ്പലിൽ നിന്ന് കണ്ടെയ്നർ അൺലോഡ് ഇറക്കിയതിന് ശേഷം കപ്പൽ കയറ്റി മറ്റ് കൊച്ചു പോർട്ടുകളിലേക്ക് ട്രാൻസ്ഷിപ്പ് ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കണ്ടെയ്നർ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. തൽക്കാലം ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ കപ്പലുകൾ വരുന്നു. 24 കപ്പൽ വന്നിട്ട് കപ്പലിലേ പോകാൻ പറ്റൂ. ഒരു കപ്പലിൽ നിന്ന് എടുക്കുക, കപ്പലിൽ കൊടുക്കുക, അല്ലാതെ റോഡിൽ കൂടെ കൊണ്ടുപോകുന്ന പരിപാടി. കപ്പൽ ഇത്ര നാളായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത കപ്പൽ നാളെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. 24 ഗാൻട്രി ക്രെയിൻസ് ഉണ്ട്. ബോട്ട് ഇവര് ഓടിച്ചങ്ങ് കയറ്റാണ്. നോക്കിയാണ്, എന്താണ് കരക്ക് കയറ്റിട്ട് തള്ളി കയറ്റുക. എന്താണ് അതിനുമ്പങ്ങ് പൊക്കിയത് അവസാനമാണ്. മനസ്സിലല്ലേ? ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ഇടിച്ചുകാർ പോകണല്ലോ, അത് വലിച്ചുകൊണ്ട് പോകണം. സ്പീഡ് നോക്ക്. എത്ര ബോട്ട് വരുന്നത് നോക്ക്. ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഇത്രയും മീൻ കിട്ടി. പിന്നെന്ത് എവിടെ ഇത്ര കടലിൽ മീൻ ഇഷ്ടം വരുന്നു. ഇതെവിടെ മീൻ വെള്ളം വരുന്നു? ഇഷ്ടം പോലെ ഉണ്ടല്ലോ വെള്ളം. ഇതിനകത്തോടെ കയറി വരും. ഒരു പൊഴിയാണ് കേട്ടാ. ഇത് വെള്ളം പൊങ്ങുമ്പോഴേ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് വെള്ളം പൊങ്ങുന്നില്ല. അല്ല, അവിടെ സൈഡ് വരുമ്പോൾ പൊങ്ങും. അപ്പം ഇതിനകത്ത് കയറും മീൻ. മീനൊന്നും കയറും. അതൊക്കെ എസ്റ്ററി നമ്മുടെ കായലിലൊക്കെ കയറും. വെള്ളം ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ കയറും. എങ്ങനെയെന്നറിയാം? നല്ല വെള്ളം മറ്റേ വെള്ളം കൂടെ വരുമ്പോൾ മീനിനറിയാം ഈ ഡെൻസിറ്റി കുറഞ്ഞുള്ള വെള്ളം ഇങ്ങോട്ട് കയറും. അത് നമ്മുടെ അവിടെ കയറും, ചിറങ്കിഴൊക്കെ കയറും. ഇവിടെ കയറൊന്നുമില്ല. ഇതെന്തോ നമുക്ക് അതിന് ജീവിക്കാൻ സ്ഥലത്തോട്ടൊന്ന് കയറി നിങ്ങളൊരു പെട്ടി വാങ്ങിച്ച് വയ്ക്കുക. ഇത്രമോ പെട്ടിയല്ല, അത് നമ്മൾ അനിയൻ്റെ വീട്ടിലുണ്ട്. അനിയൻ്റെ വീട്ടിൽ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അവിടെ വെളിയിലുള്ള വില ഓപ്ഷൻ നമ്മൾ തോന്നിയ വില മേടിച്ച പേരും അറിയില്ല. അതൊക്കെ അവിടെ കുറേ നേരം നിൽക്കുമ്പോൾ മനസ്സിലാവും എന്താണ് വില. നമുക്ക് അറിഞ്ഞോണ്ടല്ലേ മീൻ ഏത് മീനാ എന്തോ വാങ്ങുന്നല്ലോ അറിയത്തില്ല. കിളിമീൻ അവർ ഞാൻ ചോദിച്ചു 1000 രൂപ. ഇതാണ് പുലിമുട്ടെന്നാണ്. ഇതാണ് പുളിമുട്ട്. ഈ കാണുന്നതാണ് പുളിമുട്ട്. ഇതിന് 4 കാലുണ്ട്. അതിനുകൊണ്ട് ഇതിന് ടെട്രാപോഡെന്നും പറയും. ഇതാണ്, ഇത് വെച്ചാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല? എന്നിട്ട് അതിൻ്റെ മുകളിൽ റോഡും വയ്ക്കും. ഇത് പക്ഷേ അതിൻ്റെ ഇടയിൽ സിമെൻ്റ് ഒന്നും ഇടില്ല. ഇത് വെറുതെ വെക്കേ ഉള്ളൂ. കണ്ട ആ കിടക്കുന്നുണ്ട്, അതുപോലെ ഇടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ പിന്നെ റോഡ് പണി. എന്നാ സൈസ് ഇവിടെ അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഇവിടെ കണ്ടിട്ട് തരും. അങ്ങോട്ട് ഇറക്കി ഇത് ഇവിടത്തേക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക.
എൻ്റെ ഒരാൾ നിൽക്കുന്നു, നിങ്ങളുടെ സ്വന്തമാണ്. എവിടെ അതുകൊണ്ട് നിൽക്കുന്നു. അതായത് ഓ അത് നമ്മുടെ ബ്രസീലിലെ അല്ലേ? അയ്യോ കൃഷ്ണൻ്റെ നമ്മൾ പറയാം. പാളയം പള്ളിയിൽ കൈയും പൊക്കി ചെയ്യുന്നില്ല. ഇതേ ഇതാണ് ബ്രസീലിൽ. അതെ അതെ. വെയിൽ ഇല്ലാത്ത കൊള്ളാം. അടിപൊളി അടിപൊളി യേശു ക്രിസ്തു അയ്യോ എന്ന് വിളിക്കുന്നു. നമ്മൾ വണ്ടിയെടുത്ത് പോവാന്നേ, വണ്ടിയെടുത്ത് പോവാം, പിന്നെ തിരിച്ചു വരണ്ട. അല്ലെങ്കിൽ അതുവരെ നടക്കാം. നിങ്ങൾക്ക് നടക്കാമെങ്കിൽ വാ. അവിടെ ഇടാൻ പാടാണ്. പോയിട്ട് വരാം. ഏതായാലും പാർക്ക് ചെയ്തില്ല. കുറെ ആളായിട്ട് അല്ല ഇതൊക്കെ കാണുന്ന സുഖമല്ലേ, ഒരു എക്സസൈസ്. ഇതെടുക്ക്. 10,000 വള്ളങ്ങൾ കിടക്കുന്ന കാണാൻ പറ്റും. ഇത്രയും മീൻ എവിടെ കിട്ടും ഇത്രയും പേർക്ക്? മീൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇത്രയും മീൻ എവിടെ കിട്ടാൻ? എവിടെ ഉണ്ട് കച്ചവടം? ഇത് ഇനി വന്ന് ചേരുന്നേ ഉള്ളൂ, എല്ലാം വന്നിട്ടില്ല. കംപ്ലീറ്റ് ഇവിടെ നിറയെ ബോട്ടാണ്. എവിടാ കച്ചവടം? അവിടെ ആണ്. എവിടെ? അതിനകത്ത് ആക്കി ആൾക്കൂട്ടം. ആ ജംഗ്ഷനിൽ പോയി താഴോട്ട്. അത് തന്നെ ആ ആൾക്കൂട്ടം. അവിടെ നടക്കണം. അവിടെ വരെ നടക്കണം. അങ്ങോട്ട് വണ്ടിയിൽ പോയാലോ? വണ്ടിയിൽ പോയാലേ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണ്ടേ? ഓറ ഓറന്ന് വെച്ചാൽ അർത്ഥം എന്താ? എന്താണ് ഓറ? ഈ വണ്ടിയുടെ പേര് ഓറ. ആ ഓറാന്ന് വെച്ചാൽ ഇത് ഹലോ ഓറ സ്വർണം. ഓറം സ്വർണം എന്നാ പറയുന്നത്. ലാറ്റിൻ വാക്ക ഓറം. ഓറ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വർണത്തിന്റെ കെമിക്കൽ നെയിം AU എന്ന് അറിയാം. ഓറം. സെന്റ് ജോസഫ് ഷ്രൈൻ. ഓക്കെ, അടിപൊളിയായിട്ട് പടം എടുത്ത്. ഞാൻ ആദ്യമേ എടുത്ത്. അപ്പോൾ എടുത്ത് ആദ്യമേ ഇറങ്ങി ഉടൻ പടം എടുത്തു. ഇപ്പം ഇവിടെ നേരെ എടുത്തു. ഇപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതൊക്കെ എടുത്ത് എൻ്റെ മോന്തം കൂടെ എടുത്ത്. നിങ്ങളിങ്ങനെ ഇവിടെ നിൽക്കും. ഞാൻ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നിൽക്കും. ആ തിരിഞ്ഞ് നിൽക്കും. എന്തെങ്കിലും പറഞ്ഞു. കർത്താവേ എന്നെ രക്ഷി. ആ അത് തന്നെ. ആ അതേ സാധനം തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. ആറ് പേരില്ല. 6 പേർക്ക് ഇത് 1000 രൂപയുടെ സാധനം. 1000 ഇല്ലല്ലോ, 3400 ടോട്ടൽ. അതെ, അപ്പോൾ ഇതിന് 1000 രൂപ വരും. ഡിവൈഡഡ് ബൈ 6. എന്തോന്ന് പിന്നെ ചൂരാന്ന് പറയുന്നത് നേരെ കാണുന്ന വേറെ അല്ലാത്ത മീനും എല്ലാം ഉണ്ട്. മത്തോടി ഉണ്ട്. അതാണ് പ്രശ്നം. ഹൗ ടു ഫൈൻഡ് പാർട്ട്നേഴ്സ് ടു ലൈക്ക് അല്ല നമുക്കെടുക്കാം. കൊണ്ടുപോണ്ടേ? വെട്ടാൻ പോലും പറ്റും. 3-4 പേരുണ്ടെങ്കിലും എടുക്കുള്ളൂ. അല്ല ചെറിയ ലോട്ടൊന്നും ചെറിയ വഞ്ചിയിലുള്ളത് കിട്ടുന്നുണ്ടാവും. അവിടെ നിന്ന് ആരെങ്കിലും കിട്ടും, പാർട്ട്നേഴ്സിനെ കിട്ടും. ഞങ്ങളിപ്പോൾ അങ്ങനെ 6 ആളെ കണ്ടുപിടിച്ചത്. അവിടെ നിന്നാൽ മതി. പാർട്ട്ണർ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെയുണ്ടോ? നിങ്ങൾ വന്നിട്ടുണ്ടോ അതിനിടയ്ക്ക്? ഞാൻ പണ്ട് കൊച്ചിലെ മേലെ വന്നു വാങ്ങിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ കോളേജ് പഠിക്കുമ്പോഴേ. ലാഭമാണ് കേട്ടോ. അത്ര 500 രൂപയ്ക്ക് അത്ര ലാഭമില്ലേ? പിന്നെ ആളുകൾ പാടുപെട്ട് ഇവിടെ വരുന്നതിന് പിന്നെ കാണാൻ പെട്രോൾ മുടക്കി ഇവിടെ 500 രൂപ പെട്രോൾ മുടക്കി ഇവിടെ വരാൻ സ്കൂട്ടറിൽ പോവാം. അങ്ങനെ വിഴിഞ്ഞ. ഞാൻ ആലോചിക്കുന്നതേ ഇവിടെ വന്ന് മീൻ മേടിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് പിന്നെ മീൻ അടിക്കാം. വിഴിഞ്ഞ ഹാർബർ നോക്കിയ 4 വട്ടത്തും പള്ളികൾ. എത്ര പള്ളി സ്കൂട്ടറിൽ വന്നാലും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം ലാഭമല്ലേ? എങ്ങനെ വന്നാലും ഇവിടെ എത്ര കിലോമീറ്റർ വരും? പിരിയാൻ പറ്റുമോ? തികയില്ല അല്ലേ? 25. ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ 75 കിലോമീറ്റർ നിൽക്കൂ. 25 അല്ല, അപ്പം 50 കിലോമീറ്റർ അല്ലേ മാക്സിമം? അത്രയല്ലേ ഉള്ളൂ. 25 എവിടെ? എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന കാര്യം പറയണം. അത് തന്നെ, അത്രേ ഉള്ളൂ. 25 നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. 25 അല്ല, അത്രേ ഉള്ളു. ഇതിലൂടെ പോവാം. ബാബാ അങ്ങ് വരെ പോകാം. നിങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ്? ഞാനിത് എടുത്തോണ്ടിരിക്കും. വേണ്ട, ഇപ്പോൾ വേണ്ട, ഇച്ചിരി കഴിഞ്ഞെടുക്കാൻ മതി. ഇത് മുഴുക്ക ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ പുറകിലത്തെ ഫേസ് കട്ട് എടുക്കും. ഞാൻ മുമ്പിൽ പോട്ടെ. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയൂ. വിഴിഞ്ഞത്താണ് ലോകത്തിലേക്ക് ഏറ്റവും കുറച്ച് മീൻ കിട്ടുന്നത് അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് വിഴിഞ്ഞത്ത് ഒന്ന് മേടിച്ചങ്ങോട്ടോ അല്ലേ? ഇവിടെ നിന്ന് മേടിച്ച് നമുക്ക് അവിടെ കച്ചവടം തുടങ്ങിയാലോ?
മീൻ കച്ചവടം എത്രയോ പേര് ചെയ്യുന്നുണ്ട്, പിള്ളേർ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. ചിറങ്കിലൊക്കെ കൊണ്ടുവരും മോട്ടോർ സൈക്കിളിൽ. അത് ശരി, അതാണ് ഇവന്മാർ കൊണ്ടുവന്നത്. എവിടെ സ്ഥലം? ആയില്ല. മീൻ മിക്കുന്ന സ്ഥലം എവിടെയാണ്? നേരെ പോയാൽ മതിയാ? ആയി കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് മീൻ വാങ്ങിക്കാം. ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് മീൻ വാങ്ങിക്കാം. ആ, മീൻ വാങ്ങിച്ചോ. ഇത് ഇൻഡിപെൻഡൻറ്റ് വില. എന്താണ് വലിയ മീനിപ്പോൾ കിട്ടാറ്? ഇത് 1200 അത് ലേലം പിടിച്ചതല്ലല്ലോ. അല്ല, അവര് ലേലം പിടിച്ച് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ അത് വാങ്ങിക്കുന്നതിന് നിങ്ങൾ അതിന്റെ പടം എടുക്കത്തുണ്ട്. എടുത്തല്ലേ? ഇത് എടുത്തിരിക്കുകയാണ്. അവര് പടം കണ്ടിരുന്ന പൈസ വെച്ചാൽ ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കുകയല്ലേ. വീഡിയോയുടെ പൈസ വെച്ചാൽ കണ്ട എല്ലാം സ്കൂട്ടറെ വരും. ഞാനൊരു സ്കൂട്ടർ ഇവിടെ ഉണ്ട് കൂട്ടം, ചെറിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാ, ചെറിയ കൂട്ടം അത് ലേലമല്ല, ലേലം അവിടെയാണ്. നമ്മുടെ വണ്ടി അവിടാണോ? ആ, ലേലത്തിൽ ഇടപെട്ടാൽ നല്ല വിലക്ക് കിട്ടും. അടിപൊളി മീനാണ് കേട്ടോ. എവിടാ ശരിക്കും? അവിടെ നടക്കുന്നത് ചെളിയാണ്, അത്രയും സൂക്ഷിച്ച് വരൂ. ഇവിടെ ഇതിലേ വാ. അതിലൊന്നും കാര്യമില്ല. ഇനി കയറി സ്റ്റഡി ചെയ്തോളൂ. അകത്തോട്ട് കയറി പോയാൽ ഞാൻ വിട്ടു. അകത്തോട്ട് കയറി പോയാൽ ഇതാണ് ഒരു ഇത്. ചാള നിങ്ങൾ എന്നെ പിടിവിട്. ഇങ്ങോട്ട് നിങ്ങൾ അവസാനം എനിക്ക് കാണാൻ പറ്റില്ല. അതാ പ്രശ്നം ഉണ്ടായ കാരണം ഇവിടെ കാണാം കേട്ടോ. നിങ്ങൾ എന്നെ പിടിവിടുന്നു. മാറിക്കാൻ നോക്കട്ടെ. എവിടെ മാറ്റി വിട്. കച്ചവടമായ കച്ചവടം കഴിഞ്ഞു. ഓ, ഇവിടെ വെള്ളം കയറും. വേണ്ട നല്ല മീനല്ലേ, രസമുണ്ട് കാണാൻ. നല്ല പച്ചക്ക് ആ പിടിച്ചോണ്ട് വരാണ്, മനസ്സിലായില്ലേ? വ്യക്തമാണ്. എന്ത് മീനാണ്? പൊരിക്കാൻ കൊള്ളാം അല്ലേ? വീട്ടുകാർ വെളിയിലാക്കും. വെട്ടുന്ന എങ്ങനെ? വെട്ടയൊന്നും വേണ്ട, കഴുകിയൊന്ന് പൊരിക്കുക. മസാല പുരട്ടി എന്താണ്? തൊട്ടിയാ? തൊട്ടി കൊണ്ടോണ്ട് എത്ര രൂപ? 200 വെട്ടാൻ പാടാ കേട്ടോ. അതെ ആളുകൾ തിന്നുന്ന മീനൊന്നും അല്ല. അതാണ് സെയിലില്ല. എന്താ പറയാ, വെട്ടി അവൻ്റെ ഉപ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞത്, തിന്നുന്ന മീനല്ല അത്. ഇനിയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ആദ്യം വലിയ മീനെന്നാണ്.
ഇത് കോര. അവിടെ 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 വരെ വെള്ളം കയറി കേട്ടോ. അല്ലേ വെള്ളം കയറി കേട്ടോ ചെരുപ്പാനെ. ഇങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? നല്ല മീൻ വരുന്നു കേട്ടോ. ആ നോക്കി, അടിപൊളി. ചൂരയാണെന്ന് തോന്നുന്നു, ചൂരയാണെന്ന് തോന്നുന്നു കേട്ടോ. എടുക്കുന്നുണ്ടോ വളർത്തുന്നു. നമുക്ക് മേടിക്കാൻ പറ്റില്ല, നമുക്ക് മേടിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങളെ കൊണ്ട് വന്നില്ലെങ്കിൽ മീൻ മേടിച്ചിട്ടില്ല അവരുടെ അടുത്ത് മോത്തോട്ടറിയും എന്തരി മീനെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യും. ചൂരയാണ് ഇവിടെ കച്ചവടം. അതുകൊണ്ട് സാഹസം കാണിക്കരുത്. എന്നിട്ട് ആ ഇതാ നോക്കി, വേറൊരു മീൻ പല സൈസാണ്. പാരയാണ്. നമുക്ക് പാരയാവോ? തേരാപ്പാര. ഇതൊന്ന് ടിക്കറ്റ് വയ്ക്കുന്നു. കോർപ്പറേഷൻ ടിക്കറ്റ് ആയിരിക്കും. എന്ത് കോർപ്പറേഷൻ? ഇവിടെ ലൈസൻസ്. വാള 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 കണവ. അടിപൊളി മീനുകൾ. മീൻ കണ്ടാൽ മതിയല്ലോ. അങ്ങോട്ട് അവിടെ വേറെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങോട്ട് നോക്കട്ടോ. അവിടെ ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. നിങ്ങൾ ഇവിടെ നിൽക്കുമോ? ഞാൻ ഇവിടെ നിൽക്കും. പോകത്തില്ല. ആ പോയാൽ എവിടെ സ്ഥലം എവിടെ? പോലെ ആ നിങ്ങൾ പോയിട്ടോ. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ ഫിഷ് ലേലം ചെയ്യുന്ന സ്ഥലമാണ്. ഓപ്ഷനിങ് ഓഫ് ഫിഷ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ആൻഡ് ബൈ.